ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ ഞായറാഴ്ചക്കത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ മലമ്പുഴയാണുള്ളത്. തമിഴ്നാട് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മലമ്പുഴ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് തിരിച്ചു വന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, മാസിനെ ഒന്ന് ഫാൻറ്റസി പാർക്ക് കൊണ്ടുപോകണം, വാട്ടർ തീം പാർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി അവരിങ്ങനെ പറയണു. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ അവനെ വാട്ടർ തീം പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. നമ്മൾ മലമ്പുഴ ലെഗസി എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ തിരിച്ചിവിടെ എത്തുമ്പോൾ, തമിഴ്നാട് പോയി തിരിച്ചിവിടെ എത്തുമ്പോൾ 2 മണിയായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം പുറത്തൊന്നും പോയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടന്നല്ലാതെ പുറത്തൊന്നും പോയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഈ റിസോർട്ടിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കവ എന്ന് പറഞ്ഞ സ്ഥലം കാണാനായിട്ട് പോയി. പുലർച്ചെ അല്ല, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പിന്നെ മാസിനെ ഫാൻറ്റസി പാർക്കിലൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എക്സോറയിൽ പോയി കുറച്ച് പർച്ചേസിങ് ചെയ്തു, വീഡിയോ എടുത്തു. അങ്ങനെയാണ് പിറ്റേ ദിവസം വീട്ടിൽ എത്തിയത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണെങ്കിൽ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. വേറെ ഒന്നുമല്ല, വീട്ടിൽ പണി നടക്കുന്നുണ്ടല്ലോ, പാഷ്യോൻ്റെ എക്സ്റ്റെൻഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടെ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് പുതുതായിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോൻ്റെ താഴെ കമൻറ്റിൻ്റെ ഭാഗത്ത് ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളും ആളും ഒക്കെ ആയിട്ടുണ്ട്. തലേദിവസം വന്നപ്പോൾ നല്ല കാമൻ ക്വയറ്റായിരുന്നു കേട്ടോ, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു വലിയൊരു കരിങ്കല്ല് ചങ്ങലിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഓണറോട് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ ബിൽഡിങ് വാങ്ങുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ആന ഉണ്ടായിരുന്നു പോലും. അപ്പോൾ അതിന് തളച്ചിരുന്ന കല്ലും ചങ്ങലയാണ്. അപ്പോൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അതങ്ങനെ ഒരു സ്തൂപം പോലെ നിർത്തിയതാണെന്ന്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ കവ എന്ന് പറഞ്ഞ സ്ഥലം കാണാനായിട്ട് പോയി. നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ ഏത് സ്ഥലത്തായാലും, ഊട്ടിയായാലും മൈസൂരായാലും ഏതൊരു സ്ഥലത്തും നമ്മളെ നാട്ടിൽ തന്നെയാണെങ്കിലും ആ ഒരു വെളിച്ചം വെക്കുന്ന ഒരു രാവിലത്തെ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ എല്ലാവരും ഒരു ക്വയറ്റായിട്ടുള്ളൊരു ടൈം, ആ ടൈമിൽ ഇറങ്ങിയാലാണ് നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നമ്മളെ മുറ്റോ പറമ്പോ ആണെങ്കിലും കൂടി ആ സമയത്ത് പ്രത്യേക ഒരു വൈബാണ് പുറത്തിറങ്ങുമ്പോൾ. എവിടെ പോയാലും അങ്ങനെ രാവിലെ ഒരു ഡ്രൈവിന് പോകാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പോവാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ചിലരിങ്ങനെ ട്രിപ്പൊക്കെ പോയാൽ 10 മണി വരെ കിടന്നുറങ്ങും. അങ്ങനെയല്ല, ഒന്ന് രാവിലെ എണീച്ചിട്ട് ഒന്ന് ഡ്രൈവിന് പോയാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഞങ്ങൾ കവയ്ക്ക് പോയപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്, 7:15 ആയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു 6:30 മണിക്കൊക്കെ വരികയാണെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ മലമ്പുഴ റോപ്പ് വേ ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട് കേട്ടോ. ആ റോഡിലാണ് കവ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കോടയും നല്ലൊരു ക്ലൈമറ്റും, ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ വെച്ചതിലും കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു. ഒരു 6:30 മണിക്കൊക്കെ വരണമെങ്കിൽ നല്ല അടിപൊളിയായതിനെ. ഇപ്പോഴും കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ ഇതിലും നല്ല ലുക്കായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഈ പാറൻ്റെ സൈഡിൽ കൂടി ചെറിയ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും നല്ല കോട ഇറങ്ങിയിട്ടും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ.
അപ്പോൾ ഇനി മലമ്പുഴ വരുന്നവരൊക്കെ ഈ കവ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനായിട്ട് ഒന്ന് ശ്രമിക്കട്ടെ. അത് ഞാൻ പറഞ്ഞ പോലെ രാവിലെ പോവുക, അപ്പോഴാണ് നല്ല ഭംഗി കാണാൻ. ഇപ്പോൾ മൂന്നാറൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്തുണ്ടല്ലോ, രാവിലെ സമയത്ത് ഒരു 6:30-7 മണി ആ ഒരു വെളിച്ചം വെച്ച് വരുന്ന സമയത്ത് ഇറങ്ങിയാൽ ഒരു പ്രത്യേക വൈബാട്ടോ. വെറുതെ ആ ഇട്ട ഡ്രസ്സോടെ വണ്ടി കയറി ഒന്ന് ഡ്രൈവ് ചെയ്ത് വന്നാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ വന്നു കേട്ടോ. അതായത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതായത് ഇന്ന വീഡിയോയിൽ കാണിക്കാത്തത് ഞാനൊരു കഫ്താൻ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആ റോഡിന് അങ്ങനെ പോയി തിരിച്ചിങ്ങനെ വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും വരണം എന്ന് ആഗ്രഹം തോന്നുന്ന ഒരു സൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മലമ്പുഴ വരുന്നവരൊക്കെ മിസ് ചെയ്യാതെ വരിക. നമുക്ക് മനസ്സൊക്കെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. ഈ റൂട്ടിലിപ്പോൾ കുറേ റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കണേ. കുറേ റിസോർട്ടുകൾ 1-2 റിസോർട്ട് പ്രവർത്തനം ഉള്ളതായിട്ടും കണ്ടു. കുറേ റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നതായിട്ടും കണ്ടു. ഇവിടെ അല്ല, ഇത് വനമേഖലയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സംഭവം ഒന്നുമില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റോഡിൻ്റെ എൻഡ് എത്തി തുടങ്ങുമ്പോൾ കുറേ റിസോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി പോകുമ്പോൾ ആരും മിസ് ചെയ്യാതിരിക്കുക. ഞാനും ഇനി ഇതിൽ കൂടെ വരുമ്പോൾ മിസ് ചെയ്യൂല കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ ഒന്നാമത് വൈകിയ കാരണം ട്രിപ്പിൻ്റെ വീഡിയോസ് ഇട്ടാലൊന്നും എൻ്റെ വ്യൂവേഴ്സ് പൊതുവെ കാണാൻ താല്പര്യം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിലിടുമ്പോൾ എനിക്കൊരു മെമ്മറിയാണ് പോയ ദിവസം, പോയ ആ സമയം, നമ്മൾ നല്ല മൊമെൻറ്റ്സും നല്ല ആ ഒരു ടൈമും അല്ലേ, ക്വാളിറ്റി ടൈം. അപ്പോൾ ആ ഒരു മെമ്മറി അതിൽ എപ്പോഴും കാണുമ്പോഴും എനിക്കിങ്ങനെ ആ ഒരു ടൈം ഓർമ്മ വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്കറിയാം കൂടുതൽ വ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. പിന്നെ ഇന്ന് ഈ ദിവസം നമ്മൾ ഫാൻറ്റസി പാർക്ക് പോയി ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മളൊരു യൂട്യൂബ് പിള്ളേരെ കണ്ടു കേട്ടോ. ഗാർമെൻറ്റ് കൾച്ചർ എന്ന് പറഞ്ഞ ചാനലിലത്തെ ഒക്കെ എൻ്റെ മോൻ്റെ പ്രായമുള്ള കുട്ടികളായിരുന്നു, എൻ്റെ മുനീഫിൻ്റെ പ്രായമുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവരവിടുന്ന് പരിചയപ്പെട്ടു. അവരെ ലാസ്റ്റ് വ്ളോഗിൽ ഞാനുണ്ട് കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു പീസുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചവരെയൊക്കെ ഫാൻറ്റസി പാർക്കിൽ ചിലവഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഇക്സോറ, അവിടെ വീഡിയോ എടുക്കാനായിട്ട് പോയി കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തു. പിന്നെ പതുക്കെ വീട്ടിലേക്ക് തിരിച്ച് വരിക ചെയ്തു കേട്ടോ. ഒരു ദിവസം അവിടെ തങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ തലേദിവസം രാവിലെ പുലർച്ചെ എണീറ്റ് വന്നതായിരുന്നു. അപ്പോൾ കാക്കാൻ്റെ ചെറിയ ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു കേട്ടോ തമിഴ്നാട്ടിലേക്ക്. അപ്പോൾ പിന്നെ ഇവനിങ്ങനെ കുറേ ദിവസമായിട്ട് കളിക്കാനൊന്നും ആളില്ലാത്തല്ലേ, കുറേ ദിവസമായിട്ട് പാർക്കിൽ പോകണം, വാട്ടർ തീം പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷോർട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടേ എങ്ങനെ പറയും എപ്പോഴും. അപ്പോൾ പിന്നെ ഇവിടെ മലമ്പുഴ ഫാൻറ്റസി പാർക്ക് ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മക്കൾ ചെറുതായിരുന്നു, മുനീഫും ചെയ്യൊക്കെ ചെറുതായിരുന്നു, ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു അവരും കൊണ്ട്. എനിക്ക് വാട്ടർ തീം പാർക്ക് പോകണമെന്ന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്കൊന്നും ചെയ്യാനില്ല അവിടെ പോയിട്ട്, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വരികയെന്നേ ഉള്ളൂ. നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന നേരം കളയും. എനിക്കിതേപോലെ എന്തെങ്കിലും പ്രകൃതിയായിട്ട് കാണാനുള്ള ഒക്കെ സ്ഥലങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം പോയി നിൽക്കാൻ. കൂടുതൽ റഷായിട്ടുള്ള സ്ഥലങ്ങളും പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും റഷായിട്ടുള്ള ഏരിയക്കൊന്നും ഞാൻ അധികം പോകാൻ താല്പര്യപ്പെടലില്ല കേട്ടോ. ഇതേമാതിരി ശാന്തസമാധാനമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഈ വ്ളോഗിലെ കാര്യങ്ങൾ. വ്ളോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.